വാഗമൺ കുരിശുമലയിലെ 121ാമത് 40ാം വെള്ളി ദുഃഖവെള്ളി ആചരണങ്ങളുടെയും പുതുഞായർ തിരുനാളിനുമുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 27ാം തീയതി പുതുഞായർ ദിനത്തിൽ പാലാ രൂപതാ മെത്രാൻ മാർ ജോസഫ് കല്ലറങ്ങാട്ട് വിശുദ്ധ കുർബാന അർപ്പിക്കും. വാഗമൺ കുരിശുമലയിൽ 40ാം വെള്ളി ആചരണം, ദുഃഖവെള്ളി ആചരണം, പുതുഞായർ തിരുനാൾ എന്നിവ 11, 18, 27 തീയതികളിലായി നടക്കും. 11 രാവിലെ 9 പാലാ രൂപതയിലെ അടിവാരം വെള്ളിക്കുളം ഇടവകകളുടെ നേതൃത്വത്തിൽ കുരിശിന്റെ വഴിയും 10:30 മലമുകളിലെ പള്ളിയിൽ വിശുദ്ധ കുർബാനയും തുടർന്ന് നേർച്ചക്കഞ്ഞി വിതരണവും നടക്കും. പാലാ രൂപതാ വികാരി ജനറൽ ജോസഫ് കണിയോടിക്കൽ മുഖ്യ കാർമ്മികത്വം വഹിക്കും. 18 ദുഃഖവെള്ളി ദിനത്തിൽ രാവിലെ 6 മുതൽ നേർച്ചക്കഞ്ഞി വിതരണം ആരംഭിക്കും. മലയടിവാരത്തുള്ള പള്ളിയിൽ രാവിലെ 7:30 തിരുക്കർമ്മങ്ങൾ നടക്കും. തുടർന്ന് 9 കുരിശിന്റെ വഴിക്ക് ഫാദർ തോമസ് മണ്ണൂർ കാർമ്മികത്വം വഹിക്കും. 25 വൈകിട്ട് 5:30 പുതുഞായർ തിരുനാൾ, കൊടിയേറ്റ, കുർബാന എന്നിവ നടക്കും. ഫാദർ സെബാസ്റ്റ്യൻ മാപ്രക്കരോട്ട് നേതൃത്വം നൽകും. 27 പുതുഞായർ ദിനത്തിൽ രാവിലെ 6:30 കുർബാന ഫാദർ പോൾ ചിറപ്പുറത്ത്, 8:30 കുർബാന ഫാദർ മാത്യു കാടൻകാവിൽ എന്നിവർ കാർമ്മികത്വം വഹിക്കും. 10 ആഘോഷമായ വിശുദ്ധ കുർബാന രൂപതാ മെത്രാൻ മാർ ജോസഫ് കല്ലറങ്ങാട്ട് അർപ്പിക്കും. 12 മണിക്ക് കുർബാന ഫാദർ ജോസഫ് ചെറുകരക്കുന്നേൽ, 2:30 ഫാദർ സെബാസ്റ്റ്യൻ എട്ടുപറയിൽ, 4 ഫാദർ മെർവൻ വരയൽക്കുന്നേൽ എന്നിവർ അർപ്പിക്കും. 40ാം വെള്ളിയാഴ്ചയിലെ തിരുക്കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകുന്ന മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നത് പാലാ രൂപതയുടെ വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസഫ് കണിയോടിക്കൽ അച്ഛനാണ്. അതിനുശേഷം നമുക്ക് 18ാം തീയതി ദുഃഖവെള്ളിയാഴ്ച രാവിലെ 6 മണി മുതൽ നേർച്ചക്കഞ്ഞി വിതരണം ആരംഭിക്കും. ദുഃഖവെള്ളിയാഴ്ചയിലെ തിരുക്കർമ്മങ്ങളെല്ലാം നടക്കുന്നത് മലയുടെ അടിവാരത്തിലുള്ള ദേവാലയത്തിലാണ്. അവിടെ രാവിലെ 7:30 ദുഃഖവെള്ളിയാഴ്ചയുടെ തിരുക്കർമ്മങ്ങൾ ആരംഭിക്കും. അതിനുശേഷം 9 മണിയോടുകൂടി കുരിശിന്റെ വഴിയും തുടർന്ന് ദുഃഖവെള്ളിയാഴ്ചയുടെ തിരുക്കർമ്മങ്ങളുടെ സമാപന പ്രാർത്ഥനകളും അതുപോലെ ദുഃഖവെള്ളിയുടെ സന്ദേശവും എല്ലാം നൽകുന്നത് മലമുകളിലുള്ള ദേവാലയത്തിലാണ്. ഏപ്രിൽ മാസം 25ാം തീയതിയാണ് പുതുഞായർ തിരുനാളിന് കൊടിയേറുന്നത്. പുതുഞായർ തിരുനാളിന്റെ ദിവസം 27ാം തീയതി ഏപ്രിൽ 27 ഞായറാഴ്ച രാവിലെ 6:30 മുതൽ മലമുകളിലുള്ള ദേവാലയത്തിൽ വൈകുന്നേരം 4 മണി വരെ തുടർച്ചയായിട്ട് വിശുദ്ധ കുർബാനകൾ ഉണ്ടായിരിക്കും. അതുപോലെ മലയടിവാരത്തിലുള്ള കല്ലാക്കവലയിലുള്ള ദേവാലയത്തിൽ രാവിലെ 10 മണിക്ക് പാലാ രൂപതയുടെ മെത്രാൻ അഭിവന്ദ്യ മാർ ജോസഫ് കല്ലറങ്ങാട്ട് പിതാവ് വിശുദ്ധ കുർബാന അർപ്പിച്ച് വചന സന്ദേശം നൽകും. ഈ വർഷം മുതൽ രാത്രി കുരിശുമല കയറുന്നതിനുള്ള ലൈറ്റ് സൗകര്യം ക്രമീകരിച്ചിട്ടുണ്ട്. തീർത്ഥാടകർക്ക് വേണ്ട ശുചിമുറികൾ, കുടിവെള്ളം, വിശ്രമ കേന്ദ്രങ്ങൾ തുടങ്ങിയവയെല്ലാം സജ്ജമാക്കി കഴിഞ്ഞു. വാഹന പാർക്കിങ്ങിനായി പുതുതായി നിർമ്മിച്ച 2 ഗ്രൗണ്ടുകളുമുണ്ട്. കൂടാതെ പ്രത്യേക ബസ് സർവീസുകളും സജ്ജമാണ്. വാർത്താ സമ്മേളനത്തിൽ ഫാദർ ആന്റണി വാഴിയിൽ, സോണി വെളിയത്ത, ജോയ്സ് കൊച്ചുമടത്തിൽ, സ്റ്റീഫൻ ഷിബാഫവൻ എന്നിവർ പങ്കെടുത്തു.